ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വചനപ്പുലരിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിനക്കർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കുകയും വരുത്. ഇന്നിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. നല്ല ശതമാനം ആളുകളും ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ വളരെ അസ്വസ്ഥരും ദുഃഖിതരുമാണ്. വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതമാണ് ഓരോ ദിവസവും ഓരോ വ്യക്തിക്കുമുള്ളത്. തീരെ സന്തോഷമില്ല. എന്താണ് അവരുടെ സന്തോഷമില്ലായ്മയുടെ കാരണം? ഒരുപക്ഷെ ഇന്നലകളിലുണ്ടായ അനുഭവങ്ങൾ മൂലം ഇന്ന് ഒരു സന്തോഷമില്ലാതിരിക്കുക. അതുപോലെ നാളെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ പ്രതി ഇന്ന് സന്തോഷമില്ലാത്ത ആളായിരിക്കും. ഓർക്കുക, നമുക്കിന്ന് എന്ന് പറയുന്ന ഒരു ദിവസമേ ഉള്ളൂ. ഇന്നലെ എന്ന് പറയുന്ന ഒരു ദിവസം സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചില്ല. നമ്മൾ ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോഴും ഇന്നെന്നാണ് പറഞ്ഞത്. ഇന്ന് മാത്രമേ ഉള്ളൂ റിയാലിറ്റി. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും പറയും ഇന്നെന്നാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ നാളെ എന്നല്ല പറയുന്നത്, ഇന്നെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ സത്യത്തിൽ പ്രത്യക്ഷമായി ലഭിക്കുന്നത്. അപ്പോൾ ആ ദിവസത്തിൻ്റെ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും സന്തോഷദായകമായി ചിലവാക്കുവാൻ നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ, നല്ല മനസ്സ്, നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങൾ, നല്ല പ്രവൃത്തികൾ, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഒരു ദിവസം നമുക്ക് നിറയ്ക്കാൻ പറ്റും? ഒരു സിനിമ നമ്മളെടുക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായ ഓരോ ഷോട്ടുകൾ നമ്മൾ കൃത്യമായി അടുക്കി വെക്കുകയാണ്. കൃത്യമായി അത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനമാണ്. ആ ദാനത്തിൻ്റെ ഓരോ ദിവസങ്ങളും സന്തോഷദായകമായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുടുംബ ജീവിതത്തിലേക്കൊക്കെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ചില പിടിവാശികളുടെയും ഇന്നലകളിലെ മുറിവുകളുടെയും ഇന്നലകളുടെ ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിൽ വളരെ സന്തോഷകരമായി ജീവിക്കുവാനുള്ള ചെറിയൊരു ജോലിയുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മിടുക്കരായ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കളികളും ചിരിയും സന്തോഷവുമൊക്കെ ഉണ്ട്. എന്നിട്ടും ഇതൊന്നും ആസ്വദിക്കാതെ വളരെ പിടിവാശിയോടും ദുഃഖത്തോടും മുറിവുകളോടും വേദനകളോടും സങ്കടങ്ങളോടും കൂടിയൊക്കെ കഴിയുന്ന മനുഷ്യരെ നമുക്ക് വിദേശത്തും സ്വദേശത്തും കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നാളെ നമ്മൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്ന ഈ സന്തോഷം അതിൻ്റെ അർത്ഥത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.